ഹെൽത്ത് സംബന്ധമായ അറിവുകൾ നേടാൻ ഗ്രീൻ ലിവിംഗ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഡയബറ്റിസ് മെലിറ്റസ് എന്നും അറിയപ്പെടുന്ന പ്രമേഹം ഉപാപചയ വൈകല്യങ്ങളുടെ ഒരു കൂട്ടമാണ്. സാധാരണക്കാർക്കിടയിൽ ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാരയുടെ അസുഖം എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഈ രോഗാവസ്ഥ ഇന്ന് ചെറുപ്പക്കാർക്കിടയിൽ പോലും വളരെ വ്യാപകമാണ്. ഇത് ശരീരത്തിലെ ഒട്ടുമിക്ക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്ന ഒരു ഗുരുതരമായ രോഗമാണ്. വളരെക്കാലം നീണ്ടുനിൽക്കുന്ന ഉയർന്ന രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അഥവാ ഹൈപ്പർ ഗ്ലൈസീമിയ ആണ് പ്രമേഹം എന്ന അവസ്ഥ. ഇടയ്ക്കിടെയുള്ള മൂത്രമൊഴിക്കൽ, വർദ്ധിച്ച ദാഹവും വിശപ്പും, ക്ഷീണം, മധുരത്തോട് ആസക്തി, മുറിവുണങ്ങാൻ താമസം, ലൈംഗിക ശേഷിക്കുറവ്, ലൈംഗിക താൽപര്യക്കുറവ് എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ചികിത്സിച്ചില്ലെങ്കിൽ പ്രമേഹം പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. നിശ്ചിത സങ്കീർണതകളിൽ ഡയബറ്റിക് കെറ്റോസിഡോസിസ്, ഹൈപ്പറോസ്മോളാർ ഹൈപ്പർ ഗ്ലൈസമിക് അവസ്ഥ അല്ലെങ്കിൽ മരണം എന്നിവ ഉൾപ്പെടാം. ഹൃദയ സംബന്ധമായ അസുഖം, ഹൃദയാഘാതം, പക്ഷാഘാതം, വിട്ടുമാറാത്ത വൃക്കരോഗം, കാലിലെ അൾസർ, ഞരമ്പുകൾക്ക് കേടുപാടുകൾ, ബുദ്ധി വൈകല്യം, കണ്ണുകൾക്ക് കേടുപാടുകൾ, കാഴ്ചക്കുറവ്, ലിംഗ ഉദ്ധാരണശേഷിക്കുറവ്, വേദനാജനകമായ ലൈംഗിക ബന്ധം, വന്ധ്യത എന്നിവ ഗുരുതരമായ ദീർഘകാല സങ്കീർണതകളിൽ ഉൾപ്പെടുന്നു. ഒന്നുകിൽ പാൻക്രിയാസ് വേണ്ടത്ര ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ ശരീരത്തിലെ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനോട് ശരിയായി പ്രതികരിക്കാത്തത് മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത്. ഇൻസുലിൻ ഒരു ഹോർമോണാണ്. ഇത് ഭക്ഷണത്തിൽ നിന്നുള്ള ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് ഊർജത്തിനായി ഉപയോഗിക്കുന്നതിന് സഹായിക്കുന്നു. പ്രധാനമായും രണ്ടുതരം പ്രമേഹം ഉണ്ട്. ടൈപ്പ് 1 പ്രമേഹം. മുൻപ് ഈ അവസ്ഥയ്ക്ക് ഇൻസുലിനധിഷ്ഠിതമല്ലാത്ത പ്രമേഹം അഥവാ നോൺ ഇൻസുലിൻ ഡിപെൻഡന്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മറ്റൊരു പേര് ശൈശവ പ്രമേഹം എന്നാണ്. ഇൻസുലിൻ തീരെ കുറയുന്നു. ഐലറ്റ്സിലെ ബീറ്റ കോശങ്ങൾ നശിച്ചു പോകുകയോ പ്രവർത്തിക്കാതിരിക്കുമ്പോഴോ ആണ് ഇതുണ്ടാകുന്നത്. പ്രായം സാധാരണയായി ഒരു ഘടകമല്ല. ടൈപ്പ് 2 പ്രമേഹം. ശരാശരി 40 വയസ്സിനു മുകളിലുള്ളവരെയും ശരീരഭാരം കൂടിയവരെയും ബാധിക്കാവുന്ന പ്രമേഹരോഗാവസ്ഥയാണ് ടൈപ്പ് 2 പ്രമേഹം. ഇൻസുലിൻ എന്ന ആന്തഗ്രന്ഥി സ്രാവത്തിന്റെ ഉൽപാദനം ശരീരത്തിന്റെ മൊത്തം ആവശ്യത്തിനു വേണ്ടത്ര തികയാതിരിക്കുമ്പോൾ ഇത്തരം പ്രമേഹം വരാം. മറ്റു പ്രമേഹാവസ്ഥകൾ. ഗർഭകാല പ്രമേഹം. ഗർഭാവസ്ഥയിൽ ചില സ്ത്രീകൾക്ക് പിടിപെടുന്ന പ്രമേഹം. ഗർഭിണിയാകുന്നതോടെ മിക്കവാറും സ്ത്രീകൾക്ക് ഇൻസുലിൻ പ്രതിരോധം കൂടുന്നു. 2 മുതൽ 4% വരെ ഗർഭിണികളിൽ ഇത് ഒരു താൽക്കാലിക പ്രമേഹാവസ്ഥയായി പരിണമിക്കാം. ഇത് പ്രസവത്തോടുകൂടി അപ്രത്യക്ഷം ആകാറുണ്ട്. ഗർഭാവസ്ഥാ പ്രമേഹം ബാധിക്കുന്ന സ്ത്രീകൾക്ക് പിൽക്കാലത്ത് മേൽപ്പറഞ്ഞ ടൈപ്പ് 2 പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഉപോത്ഭവ പ്രമേഹം അഥവാ സെക്കൻഡറി ഡയബറ്റിസ്. ആഗ്നേയഗ്രന്ഥിയുടെ വീക്കം, ചില പ്രത്യേക മരുന്നുകളുടെ ഉപയോഗം, ഉദാഹരണത്തിന് സ്റ്റിറോയിഡുകൾ തുടങ്ങിയവ മൂലം പ്രമേഹാവസ്ഥ ഉണ്ടാകാം. ഇത്തരം പ്രമേഹത്തെ ഉപോത്ഭവ പ്രമേഹം അഥവാ സെക്കൻഡറി ഡയബറ്റിസ് എന്നറിയപ്പെടുന്നു. പ്രീ ഡയബറ്റിസ്. ചില ആളുകളിൽ തുടക്കത്തിൽ രക്തത്തിലെ പഞ്ചസാര സാധാരണ അളവിൽ നിന്നും കൂടി പക്ഷേ പ്രമേഹത്തിന്റെ അളവിലേക്ക് എത്താതെ നിൽക്കും. ഈ അവസ്ഥയെ പ്രീ ഡയബറ്റിസ് അല്ലെങ്കിൽ IGT എന്ന് വിളിക്കുന്നു. ഇത്തരം ആളുകൾ ഭക്ഷണത്തിലും വ്യായാമത്തിലും ശ്രദ്ധിച്ചാൽ സാധാരണ നിലയിലേക്ക് തിരിച്ചു പോകാൻ സുഗമമാണ്. വിവിധ കാരണങ്ങൾ മൂലം പ്രമേഹം പിടിപെടുന്നു. പലപ്പോഴും ഒന്നിലധികം കാരണങ്ങളും ഉണ്ടാകുക പതിവാണ്. തെറ്റായ ജീവിതശൈലിയാണ് ഒരു പ്രധാന കാരണം. പാരമ്പര്യ ഘടകങ്ങൾ. പ്രമേഹത്തിന്റെ കാരണമാകുന്ന ജീനുകൾ വഹിക്കുന്നവരുടെ കുടുംബാംഗങ്ങളിൽ ഇതിനുള്ള സാധ്യത കൂടുതലാണ്. സ്വയം പ്രതിരോധജന്യം. ചില അവസരങ്ങളിൽ ശരീരത്തിന്റെ കോശങ്ങളെ തന്നെ ശരീരം ശത്രുവെന്ന് ധരിച്ച് നശിപ്പിക്കാറുണ്ട്. ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന കോശങ്ങളെ ശരീരം ഇത്തരത്തിൽ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് പ്രമേഹത്തിൽ കലാശിക്കും. ശാരീരിക വ്യായാമക്കുറവ്. പതിവായ വ്യായാമശീലം ഇല്ലാത്ത ആളുകളിൽ പ്രമേഹ സാധ്യത വർദ്ധിച്ചു കാണുന്നു. അനാരോഗ്യകരമായ ഭക്ഷണം. അമിതമായി ഊർജവും കൊഴുപ്പും അടങ്ങിയ ഭക്ഷണങ്ങൾ. അന്നജം കൂടുതൽ അടങ്ങിയ ചോറ്, ഗോതമ്പ്, മരച്ചീനി അഥവാ കപ്പ, പഞ്ചസാര, മധുരപാനീയങ്ങൾ, പലഹാരങ്ങൾ, വറുത്തതും പൊരിച്ചതും തുടങ്ങിയവയുടെ അമിത ഉപയോഗം. പോഷകാഹാരക്കുറവ്. പഴങ്ങൾ, പച്ചക്കറികൾ, പരിപ്പുവർഗ്ഗങ്ങൾ എന്നിവയുടെ ഉപയോഗക്കുറവ്. പുകവലിയും അതിമദ്യാസക്തിയും. പ്രമേഹ സാധ്യത വർദ്ധിക്കുന്നു.
പുകവലിയും മദ്യപാനവും പതിവാക്കിയവർക്ക് പ്രമേഹ സാധ്യത വളരെ കൂടുതലാണ്. കൊഴുപ്പും രക്താതിസമ്മർദ്ദവും. കൊഴുപ്പ് അടിഞ്ഞ രക്തക്കുഴലുകൾ ഉള്ളവരിൽ രക്താതിസമ്മർദ്ദം ഉള്ളവർക്കും പ്രമേഹ സാധ്യത കൂടിയേക്കാം. അമിതവണ്ണം. കുടവയർ അഥവാ വയറ്റിനു ചുറ്റും കൊഴുപ്പ് അടിയുന്നത് പ്രമേഹ സാധ്യത ഉളവാക്കുന്നു. മാനസിക പിരിമുറുക്കം, ക്ഷീണം, വൈറസ് ബാധ, അപകടങ്ങൾ എന്നിവ ഇതിന് കാരണമാകുന്നു. മനുഷ്യ ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പഞ്ചസാര അഥവാ ഗ്ലൂക്കോസ് ആവശ്യമാണ്. ഇത് ആഹാരത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ നമുക്ക് ഇത് കൃത്യമായി അളന്നു കഴിക്കാൻ സാധിക്കാത്തതുകൊണ്ട് കൂടുതലോ കുറവോ പഞ്ചസാര നമ്മുടെ ശരീരത്തിലേക്ക് ലഭിച്ചെന്നു വരാം. അതിനാൽ രക്തത്തിൽ പല സമയത്ത് പല അളവിൽ ഗ്ലൂക്കോസ് കാണപ്പെടും. ഭക്ഷണത്തിൽ നിന്ന് രക്തത്തിലേക്ക് ലഭിക്കുന്ന ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കാതെ ശരീരം നോക്കുന്നു. ഇത് ആരോഗ്യമുള്ളവരിൽ കൃത്യമായി പരിപാലിക്കപ്പെടുന്നു. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിൽ കുറച്ച് ഭാഗം നമ്മുടെ കോശങ്ങൾ ഉപയോഗിച്ചു തീർക്കുന്നു. ഇത് പലരിലും പല അളവിലാണ് സംഭവിക്കുന്നത്. കൂടുതൽ ജോലി ചെയ്യുന്നവരിൽ കൂടിയ അളവിലും അല്ലാത്തവരിൽ കുറഞ്ഞ അളവിലും. അതേസമയത്തു തന്നെ അന്തർഗ്രന്ഥിയായ പാൻക്രിയാസിലെ ചില ഭാഗങ്ങളിലുള്ള എലറ്റ്സ് ഓഫ് ലാർഹാൻസ് എന്ന ചില കോശങ്ങൾ അഥവാ ബിറ്റാ കോശങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ എന്ന സ്രവം ഉപയോഗിച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റി കോശങ്ങളിലും കരളിലും സൂക്ഷിക്കുന്നു. ഈ ഗ്ലൈക്കോജനെ തിരിച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നതിനായി എലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ തന്നെ ആൽഫ കോശങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗ്ലൂക്കഗോൺ എന്ന സ്രവം ആവശ്യമാണ്. എന്നാൽ ഇത് സംഭവിക്കുന്നത് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോഴാണ് ചെയ്യപ്പെടുന്നത്. കോശങ്ങൾക്ക് ഗ്ലൂക്കോസ് ഉപയോഗിക്കണമെങ്കിൽ ഇൻസുലിന്റെ സഹായവും ആവശ്യമാണ്. സാധാരണതയിൽ ഒരു മനുഷ്യൻ 8 മണിക്കൂറെങ്കിലും ഭക്ഷണം കഴിക്കാതെയിരിക്കുമ്പോൾ മേൽ പറഞ്ഞ ശാരീരിക പ്രവർത്തനങ്ങൾ നിമിത്തം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് 80-100 മില്ലിഗ്രാം അല്ലെങ്കിൽ മില്ലിലിറ്റർ രക്തത്തിൽ എന്ന അളവിൽ വരുന്നു. ഇത് രോഗമില്ലാത്ത അവസ്ഥയിലാണ്. എന്നാൽ 100-നോ 126-നുള്ളിലോ ഉണ്ടെങ്കിൽ പ്രീഡയബറ്റിസ് അഥവാ പ്രമേഹത്തിനു മുന്നുള്ള അവസ്ഥ വരാം. 120-നു മുകളിലാണ് അളവ് എങ്കിൽ പ്രമേഹം ബാധിച്ചു എന്ന് പറയാം. ചോർ, ഗോതമ്പ്, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവയിൽ അടങ്ങിയിരിക്കുന്ന സ്റ്റാർച്ച് അഥവാ പോളിസാക്കറൈഡ്സ് വയറ്റിലെത്തിയ ശേഷം കുറച്ചു സമയം കൊണ്ടുതന്നെ അവയുടെ ലക്ഷ്യ തന്മാത്രയായ മോണോസാക്കറൈഡ് ഗ്ലൂക്കോസ് ആയി മാറ്റപ്പെടുന്നു. എന്നാൽ സെല്ലുലോസ് പോലുള്ള ചില പോളിസാക്കറൈഡ്സ് ഇങ്ങനെ മാറ്റപ്പെടുന്നില്ല. ഇത് സസ്യഭുക്കുകളായ മൃഗങ്ങളിൽ മാത്രമേ ഗ്ലൂക്കോസ് ആക്കപ്പെടുകയുള്ളൂ. ചില പഴങ്ങളിലുള്ളത് ഫ്രക്ടോസ് എന്ന തരം മധുരമാണ്. ഇത് കോശങ്ങൾക്ക് ഊർജ്ജമായി ഉപയോഗിക്കാമെങ്കിലും ഇൻസുലിൻ കൊണ്ട് ഗ്ലൂക്കഗോൺ ആക്കി മാറ്റാൻ പറ്റാത്തതായതിനാൽ മേൽ പറഞ്ഞ പ്രക്രിയയെ ബാധിക്കുന്നതല്ല. എന്നിരുന്നാലും രക്തപരിശോധനയിൽ അമിതമായ അളവ് രേഖപ്പെടുത്താൻ ഇത് പര്യാപ്തമാണ്. പ്രമേഹത്തിന്റെ ദൂഷ്യഫലങ്ങൾ. ഹൃദയാഘാതത്തിന്റെയും പക്ഷാഘാതത്തിന്റെയും മുഖ്യമായ ഒരു കാരണം പ്രമേഹമാണ്. കാഴ്ചശക്തി നഷ്ടപ്പെടുന്നു. കിഡ്നി തകരാർ ഉണ്ടാകുന്നത് മൂലം ഡയാലിസിസ് ആവശ്യമായി വരുന്നു. ഉണങ്ങാതെ പഴുക്കുന്ന മുറിവുകൾ. സ്പർശനശേഷി നഷ്ടമാകുന്നു. കായികശേഷി നഷ്ടപ്പെടുന്നു. അമിതമായ ക്ഷീണം അനുഭവപ്പെടുന്നു. വർദ്ധിച്ച വിശപ്പും ദാഹവും. ലൈംഗികശേഷിയും താൽപര്യവും കുറയുന്നു. ലിംഗത്തിന്റെ അഗ്രചർമ്മം, യോനി, മൂത്രാശയം എന്നിവിടങ്ങളിൽ അണുബാധ. പ്രമേഹം പുരുഷന്മാരിലെ ബീജത്തിന്റെ രൂപഘടന, ബീജങ്ങളുടെ എണ്ണം, ബീജത്തിന്റെ അളവ്, ലിംഗ ഉദ്ധാരണം എന്നിവയെ ബാധിക്കുന്നു. ചികിത്സ കൂടാതെ ഇത് സ്ഥിരമായ വന്ധ്യതയിലേക്ക് നയിച്ചേക്കാം. സ്ത്രീകളിൽ വിട്ടുമാറാത്ത പ്രമേഹം PCOS, പൊണ്ണത്തടി, അസാധാരണമായ ആർത്തവചക്രം, വേദനാജനകമായ ലൈംഗിക ബന്ധം ഉണ്ടാക്കുന്നതിനു പുറമെ സ്ത്രീകളുടെ പ്രത്യുത്പാദന ശേഷിയെ ബാധിക്കുന്നു. ഗർഭാവസ്ഥയിൽ ആണെങ്കിൽ അധിക രക്തത്തിലെ പഞ്ചസാര ഗർഭാവസ്ഥയിലെ പ്രമേഹത്തിലേക്ക് നയിക്കുന്നു. ഇത് പ്രീക്ലാംസിയ വികസിപ്പിക്കുന്നതിനുള്ള പ്രേരക ഘടകമാണ്. സ്ത്രീകളിലെ പ്രമേഹം വികസിക്കുന്ന കുഞ്ഞിനെ ദോഷകരമായി ബാധിക്കുകയും ജന്മനായുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ഒരുപക്ഷേ ഗർഭം അൽസലിന് കാരണമാവുകയും ചെയ്യും. ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ തോന്നുന്നു. ഇതൊക്കെയാണ് ദൂഷ്യഫലങ്ങൾ. താങ്ക് യു. ശുഭദിനം.